കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിനായി സ്ഥലവും വീടും വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച പാക്കേജ് നടപ്പിലാക്കാൻ വൈകുന്നതിനെതിരെ കുടുംബങ്ങൾ രംഗത്ത്. വായാന്തോട് കൊക്കയിൽ ഭാഗത്ത് പുനരധിവാസത്തിനായി അനുവദിച്ച ഭൂമിയിൽ 7 വർഷമായിട്ടും പാക്കേജ് നടപ്പാക്കാത്തതിനെതിരെ സ്ഥല ഉടമകൾ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. മൂന്നാംഘട്ട സ്ഥലമേറ്റെടുപ്പിൽ ലൈറ്റ്നിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുൾപ്പെടെ ഭൂമി ഏറ്റെടുത്തപ്പോൾ കുടിയിറക്കപ്പെട്ട കീഴല്ലൂരിലെ 60ഓളം കുടുംബങ്ങളാണ് പ്രഖ്യാപിച്ച പാക്കേജ് നടപ്പിലാക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുന്നത്. ഇവർക്ക് കീഴല്ലൂർ പഞ്ചായത്തിലെ വായാന്തോട് കൊക്കയിൽ എന്ന സ്ഥലത്താണ് പുനരധിവാസത്തിനായി ഭൂമി അനുവദിച്ചത്. പാക്കേജ് പ്രകാരം 10 സെന്റ് ഭൂമി വീതം അനുവദിക്കുകയും അവിടേക്ക് റോഡ്, വൈദ്യുതി, കുടിവെള്ളം എന്നിവ സർക്കാർ ലഭ്യമാക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ 7 വർഷമായിട്ടും സഹായങ്ങൾ ലഭ്യമായില്ലെന്ന് കാണിച്ചാണ് ജനങ്ങൾ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനിക്ക് നിവേദനം നൽകിയത്. ജനങ്ങൾക്കൊപ്പമാണ് പഞ്ചായത്തെന്നും പ്രശ്നപരിഹാരത്തിനായി കിൻഫ്ര അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ മാസം 20-ന് മീറ്റിംഗ് വിളിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി പറഞ്ഞു. പഞ്ചായത്തിന്റെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഞാൻ പറയുന്നത് പഞ്ചായത്ത് അറിയാതെയാണ് ഈ സ്ഥലം ഇയാൾ ഏറ്റെടുത്തിട്ടുള്ളത്. പഞ്ചായത്തിന്റെ നിങ്ങളിപ്പോൾ പഞ്ചായത്താണ് ചെയ്യുന്നത്. കിൻഫ്ര ഏറ്റെടുത്തത് പഞ്ചായത്തിന്റെ യാതൊരു അറിവുമില്ലാണ്ട് പിന്നീട് സ്ഥലം വളർന്ന് പ്ലോട്ട് കൊടുക്കുമ്പോഴാണ് ഈ സ്ഥലം ഇയാൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്, ഭരണസമിതി പറഞ്ഞിട്ടുള്ളത്, വില്ലേജ് ഓഫീസർ പറഞ്ഞത് ആ സമയത്താണ്. മീറ്റിംഗിന് ശേഷം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ ആലോചിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. അപ്പോൾ 20-ാം തീയതി ഈ വരുന്ന 20-ാം തീയതി വരെ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമയല്ലാണ്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒരുപാട് ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞ്. പക്ഷെ നമ്മൾ 7 വർഷമായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷേ പ്രസിഡന്റിനടക്കം അറിയാം ഇവിടുത്തെ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവരിനി മുൻകൈ എടുത്തിട്ട് നമുക്ക് ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. വിമാനത്താവളത്തിനു വേണ്ടി കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ലഭിച്ച സ്ഥലത്ത് ചില കുടുംബങ്ങൾ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിലർ സ്വന്തം ചെലവിൽ വൈദ്യുതി കണക്ഷനും എടുത്തിട്ടുണ്ട്. റോഡും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേഗത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.